بسم الله الرحمن الرحيم. ولا يغرنك علم أنت تعلمه فالعلم علم إذا ما زانه العمل إن الغني غني في غناه إذا لم يمنع سائلا من جوده البخل. ولا يغرنك, നിന്നെ വഞ്ചിതനാക്കാതിരുന്നു കൊള്ളട്ടെ, ഇൽമുൻ, ഒരു അറിവ്, അൻത, നീയാകുന്നത്, തഅലമു, അറിയും, ഹു, അതിനെ, എന്നുവെച്ചാൽ ആ ഇൽമിനെ, ആ അറിവിനെ, ഫൽ ഇൽമു, അപ്പോൾ ആ അറിവാകുന്നത്, നാം വിവരിച്ച വിജ്ഞാനമാകുന്നത് ഇൽമുൻ, ഒരു അറിവാണ്. ഇദാ മാ സാനഹു, അതിനെ ഭംഗിയാക്കിയാൽ, അൽ അമലു, പ്രവർത്തനം. അതായത് നമ്മൾ പഠിച്ച ആ അറിവ് അതിനെ അമലുകൾ കൊണ്ടെന്ത് ചെയ്യണം, ഭംഗിയാക്കണം. അത് അധികരിച്ച് തന്നുകൊണ്ടിരിക്കും ചെയ്യും. മനസ്സിലായില്ലേ? അതായത് നമ്മൾ കരസ്ഥമാക്കിയ വിജ്ഞാനം, ആ അറിവ്, അത് നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ. കാരണം അത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യുള്ളൂ, മാത്രമേ നിൻ്റെ ആ അറിവ് എന്ത് ചെയ്യുള്ളൂ, ഉന്നതിയിലെത്തിക്കുന്ന ഒരറിവാവുകയുള്ളൂ. ഐശ്വര്യമുള്ളവനിൽ എന്താ ഔദാര്യകാംക്ഷിയായ നിരാശപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു ലുബ്ധതയില്ലാത്തപ്പോഴേ അവനെന്ത് ചെയ്യുള്ളൂ, ഐശ്വര്യവാനായിട്ട് ഗണിക്കപ്പെടുകയുള്ളൂ എന്നർത്ഥം. അടുത്തത് ഇന്നൽ ഗനിയ്യ ഗനിയ്യും ഫി ഗിനാഹു ഇദാ. ഇന്നൽ ഗനിയ്യ, നിശ്ചയം, ഐശ്വര്യവാൻ ആകുന്നത്, ഗനിയ്യുൻ, ഐശ്വര്യവാനാണ്. ഇന്നൽ ഗനിയ്യ, തീർച്ചയായിട്ടും ഐശ്വര്യവാൻ, ഗനിയ്യുൻ, ഐശ്വര്യവാനാണ്, ഫി ഗിനാഹു, അവൻ ഐശ്വര്യമുള്ള അവസരം, ഫി ഗിനാഹു, അവന് ഐശ്വര്യമുള്ള അവസരം, ഇദാ ലം യംനഅൻ, തടയാത്ത സമയം, സായിലൻ, ചോദിക്കുന്നവനെ, മിൻ ജൂദിഹി, അവൻ്റെ ഔദാര്യത്തെ തൊട്ട്, അൽ ബുഖൽ, എന്ത്, ലുബ്ധത. തിരിഞ്ഞ, അതായത് ഒരു പണ്ഡിതൻ്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവർത്തന വിധേയമാവൽ കൊണ്ട് മാത്രമേ അവന് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുകയുള്ളൂ. അല്ലാത്ത ഒരു പക്ഷം എന്ത് ചെയ്യും, എന്താ പറയുക, ഒരു അജ്ഞൻ, ഒരു അറിവില്ലാത്ത ഒരാൾ, അവൻ പാപം ചെയ്താൽ ശിക്ഷയ്ക്ക് വിധേയനാകുന്നതിലേറെ എന്ത് ചെയ്യും, വിജ്ഞൻ, അതായത് അറിവുള്ളവൻ പാപം ചെയ്താൽ ശിക്ഷയ്ക്ക് വിധേയനാകുന്നതിലെ ഏറെ എന്ത് ചെയ്യും, ഈ പണ്ഡിതന് ശിക്ഷയ്ക്ക് എന്ത് ചെയ്യും, വിധേയനാകുന്നത് കൊണ്ട്. മനസ്സിലാണ്ട? അങ്ങനെ അല്ലാഹു തആല പഠിച്ചതനുസൃതമായി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.